അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകൾ മാത്രമേ CBI അന്വേഷിക്കാറുള്ളൂ. ഒന്നുകിൽ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ CBI അന്വേഷണം ആവശ്യപ്പെടണം, അല്ലെങ്കിൽ ഹൈക്കോടതികൾ ഉത്തരവിടണം. അത്തരം ഘട്ടങ്ങളിലാണ് CBI ഒരു കേസ് ഏറ്റെടുക്കുക. അപ്പോഴെല്ലാം തന്നെ പറയാറുള്ളതാണ്, അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിൽ മാത്രമേ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടൂ. അപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം അപൂർവങ്ങളിൽ അപൂർവമാണോ അല്ലയോ എന്ന തീരുമാനമെടുക്കുന്നതിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. കാരണം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഒരു കളക്ടർ സംശയത്തിൻ്റെ നിഴലിലാവുകയും അതേ കളക്ടറുടെ തൊട്ടു താഴെയുള്ള രണ്ടാമനായ ADM സംശയകരമായ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്ത സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. അപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതാകട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യയാണ്. അവർ ഈ സംഭവം നടക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ ആയ സ്ഥാനമാണ്. അപ്പോൾ പ്രതിസ്ഥാനത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കൂട്ടുപ്രതിയായി കണ്ണൂർ കളക്ടറായ അരുൺ K. വിജയൻ. ഇത്തരമൊരു കേസ് നമ്മുടെ ഓർമ്മയിൽ ഇല്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ക്ഷണിക്കപ്പെടാതെയാണ് നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് എത്തുന്നത്. ആ സന്ദർഭത്തിൽ കളക്ടർ പോലീസിനും അതുപോലെ കോടതിയിലുമൊക്കെ നൽകിയ മൊഴി താൻ വിളിച്ചിട്ടല്ല PP ദിവ്യ അവിടെ എത്തിയത് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലാൻഡ് റവന്യൂ കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത് ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്നും മുൻകൂട്ടി പദ്ധതിയിട്ടതനുസരിച്ചാണ് PP ദിവ്യ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തിയതെന്നും അവരുടെ പ്രസംഗവും പ്രവർത്തികളുമെല്ലാം സംശയകരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സീനിയർ IAS ഉദ്യോഗസ്ഥയായ ഇവർ നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് നവീൻ ബാബുവിൻ്റെ ഭാര്യ നൽകിയ ഹർജി, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി തള്ളിയതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ യാത്രയപ്പ് ചടങ്ങ് നടന്ന ദിവസം രാവിലെ തന്നെ ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയും ഒന്നിച്ചൊരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നും അവിടെ വെച്ച് തന്നെ താൻ ഈ ചടങ്ങിന് എത്തുമെന്ന് പറയുകയും അത് പാടില്ല എന്ന് കളക്ടർ വിലക്കുകയും ചെയ്തിരുന്നു എന്നാണ് കളക്ടർ ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന മൊഴി. അതിനുശേഷവും ഈ യാത്രയപ്പ് ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് പലവട്ടം ജില്ലാ കളക്ടറുടെ ഫോണിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷവും ജില്ലാ കളക്ടറുമായി അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് വെളിപ്പെടുന്നത് മുൻകൂട്ടി പദ്ധതിയിട്ട ഒരു പ്ലോട്ട് അതുതന്നെയാണ് അതീവ വിദഗ്ധമായി PP ദിവ്യ അവിടെ നടപ്പാക്കിയത്. മാത്രമല്ല, അവർ ചടങ്ങിലേക്ക് വന്നത് കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ലോക്കൽ ചാനലിൻ്റെ ക്യാമറാമാനെയും കൂട്ടിയാണ്. 2 ക്യാമറാമാൻമാർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വിവാദ പ്രസംഗം ഈ ക്യാമറാമാൻ പകർത്തുകയും ചടങ്ങ് കഴിഞ്ഞ് അവിടെ നിന്ന് പോയ ഉടൻ തന്നെ ഇതിൻ്റെ CD അവർ ആവശ്യപ്പെട്ട് വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ ചാനൽ അത് പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പത്തനംതിട്ട ഉൾപ്പെടെ, അതായത് നവീൻ ബാബു സ്ഥലം മാറി സ്വന്തം നാടായ പത്തനംതിട്ടയിൽ അടുത്ത ദിവസം ചാർജ് എടുക്കേണ്ട
സ്ഥലമാണ്. പത്തനംതിട്ടയിലടക്കം ഈ വിവാദ പ്രസംഗം തലേ ദിവസം വൈകുന്നേരം തന്നെ എത്തിച്ചിരുന്നു. പല ആളുകൾക്കും അത് അയച്ചു കൊടുത്തു. അതിനുശേഷമാണ് ചാനലിൽ ഇത് പ്രക്ഷേപണം ചെയ്തത്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഈ ചാനലിൻ്റെ ആളുകൾ ചെയ്തതും തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന ഇത്തരം റിപ്പോർട്ടുകൾ സ്വകാര്യമായി കൈമാറുകയും അതും പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് കൈമാറുന്നത് തികച്ചും ന്യായവിരുദ്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ പ്രസംഗം വിവാദമായി, പ്രസംഗിക്കാൻ പോകുമ്പോൾ ചാനൽ പ്രവർത്തകരെ ഒപ്പം കൂട്ടി അത് പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ അത് വാങ്ങി, അവർ സ്വകാര്യമായി അത് പ്രചരിപ്പിച്ചു. അപ്പോൾ ഇവർ അവിടെ നടത്തിയ പ്രസംഗവും വളരെ ശ്രദ്ധേയമാണ്. ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞത് ADM കണ്ണൂരിൽ നടത്തിയതുപോലുള്ള പ്രവർത്തനം പത്തനംതിട്ടയിൽ പോയി നടത്തരുത്. കാരണം ഇവിടെ അദ്ദേഹത്തിന് ഞാനൊരു പെട്രോൾ ബങ്കിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടിരുന്നു, അതിനുവേണ്ടി വിളിച്ചിരുന്നു. അദ്ദേഹം അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ചെയ്തില്ല, വെച്ച് താമസിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതിന് അനുമതി നൽകിയതായി ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് അത് നടന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന കാര്യം മറക്കരുത്. സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജീവിതം, സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു സിവിൽ ഡെത്ത് സംഭവിക്കാൻ ഒരു നിമിഷം മാത്രം മതി. സിവിൽ ഡെത്ത് എന്ന പ്രയോഗമാണ് അവർ നടത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥന് സിവിൽ ഡെത്ത് ഉണ്ടാകാൻ ഒരു നിമിഷം മാത്രം മതി. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. മറ്റൊന്നുകൂടി അവർ പറഞ്ഞു, 2 ദിവസത്തിനകം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ വിശദ വിവരങ്ങൾ പുറത്തു വരും, അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപഹാരം ADM വാങ്ങുന്നത് കാണാൻ താൻ നിൽക്കുന്നില്ലെന്നും അത് കാണാനുള്ള മനസ്സാന്നിധ്യം തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിറ്റേ ദിവസമാണ് നവീൻ ബാബു സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. അപ്പോൾ 33 കൊല്ലത്തെ സർവീസിനിടയിൽ ഒരിക്കൽ പോലും ആരോപണ വിധേയനാവാത്ത 100% സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് സഹപ്രവർത്തകർ പറയുക മാത്രമല്ല, ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ കമ്മീഷണർ കണ്ടെത്തുകയും അത് റിപ്പോർട്ടിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അഴിമതിക്കാരനല്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ആരോപണത്തിൽ ഒരു തെളിവുമില്ലെന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും ഈ പെട്രോൾ ബങ്കിൻ്റെ ഫയൽ വെച്ച് താമസിപ്പിച്ചിട്ടില്ല എന്നും എടുത്തു പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഈ മരണം സംഭവിച്ചതിന് ശേഷമാണ് പെട്രോൾ ബങ്കിന് അപേക്ഷ നൽകിയ പ്രശാന്തൻ എന്ന് പറയുന്ന പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി എന്ന് പറഞ്ഞൊരു പരാതിയുടെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകിയത്. ഇപ്പോൾ ആ പരാതി AKG സെൻറ്ററിലെ ഓഫീസ് സെക്രട്ടറിക്കാണത്രേ അയച്ചു കൊടുത്തത്. അദ്ദേഹവും പ്രശാന്തും ചേർന്നാണ് ആ പരാതി എഴുതിയുണ്ടാക്കിയതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അക്കാര്യവും ഈ മൊഴിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബിജു തൈക്കണ്ടി എന്ന് പറയുന്ന AKG സെൻറ്ററിലെ ഓഫീസ് സെക്രട്ടറിക്കാണത്രേ പരാതി അയച്ചത്. സമാന്തരമായി തന്നെ ADM അഴിമതിക്കാരനാണെന്ന് വരുത്താനുള്ള പ്രചരണങ്ങളും നീക്കങ്ങളും നടന്നിരുന്നു. കാരണം ADM റോഡിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ പ്രശാന്ത് ഒരു മോട്ടോർ ബൈക്കിൽ പിന്തുടരുന്ന ദൃശ്യങ്ങൾ ഇതേ ചാനൽ, ഈ കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ചാനലിൽ തന്നെ പുറത്തുവിട്ടിരുന്നു. അവർ അതിൽ സംസാരിക്കുന്ന ഒരു സീക്വൻസും പുറത്തുവിട്ടിരുന്നു. മാത്രവുമല്ല, പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നവീൻ ബാബുവും ഈ പരാതിക്കാരനായ പ്രശാന്തും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചതായും രേഖകളുണ്ട്. മാത്രവുമല്ല, ഈ സംഭവ യാത്രയപ്പ് ചടങ്ങ് നടന്ന ദിവസം വിജിലൻസ് ഓഫീസിൽ പ്രശാന്ത് എത്തി എന്നും പോലീസ് പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സമാന്തരമായി പരസ്യമായി അപമാനിച്ചതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ അപകടത്തിൽപ്പെടുത്താനുള്ള, അപമാനിക്കാനുള്ള,
അഴിമതിക്കാരനാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും സമാന്തരമായി നടന്നിരുന്നു. ഇതെല്ലാം അറിയുന്ന ഒരാളാണ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ. എല്ലാം അറിയാമായിരുന്നിട്ടും അരുൺ കെ വിജയനെ പ്രതിപട്ടികയിൽ ചേർക്കാനോ സാക്ഷിയായി പോലും ചോദ്യം ചെയ്യാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ IAS കൂടി സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന PP ദിവ്യ എന്ന് പറയുന്ന CPM നേതാവ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിയായിട്ടുള്ള ഈ കേസ് തീർച്ചയായും അന്വേഷിക്കേണ്ടത് സംസ്ഥാന പോലീസല്ല, സംസ്ഥാന ക്രൈംബ്രാഞ്ചല്ല, പുറത്തുള്ള ഒരു ഏജൻസിയാണ്. മറ്റൊന്ന്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് മരണ ദിവസവും തുടർന്നുമുള്ള ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം എല്ലാ നേതാക്കളും പറഞ്ഞിരുന്നു. പത്തനംതിട്ടയിലെ നേതാക്കളും പറഞ്ഞിരുന്നു. മൃതദേഹത്തെ അനുധാവനം ചെയ്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും പറഞ്ഞിരുന്നു. എല്ലാവരും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ PP ദിവ്യ പോലീസിൻ്റെ കൺവെട്ടത്ത് നടക്കുകയും അവസാനം വലിയ സമ്മർദ്ദങ്ങൾക്കുണ്ടായപ്പോൾ മാത്രമാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയപ്പോഴാകട്ടെ അവരെ സന്ദർശിച്ചത് നിസ്സാരക്കാരല്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ, അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി തുടങ്ങിയ നേതാക്കളാണ് അവരെ സന്ദർശിച്ചത്. അവർ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ ചെന്നതും ഇപ്പറഞ്ഞ നേതാക്കളാണ്. ഈ വിവാദങ്ങളെല്ലാം കത്തി നിൽക്കെ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് പോലും സോഷ്യൽ മീഡിയ ആരോപിക്കുന്ന സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സന്ദർശനം നടത്തിയത്. ഒരു ജില്ലാ കളക്ടർ മുഖ്യമന്ത്രിയെ കാണുന്നത് സ്വാഭാവികമാണെങ്കിലും അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും 1 മണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തത്, അതും ഈ കേസ് വിവാദമായിരിക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കളക്ടർ നടത്തിയ ആ സന്ദർശനവും കൂടിക്കാഴ്ചയും കൂടി നമ്മൾ ഈ സമയത്ത് കൂട്ടി വായിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അതുപോലെ ഡിവിഷൻ ബെഞ്ച് ഈ 2 ഘട്ടങ്ങളിലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്മാർ എത്രത്തോളം അവരുടെ ആവശ്യം കോടതിയെ ബോധ്യപ്പെടുത്തി എന്ന കാര്യവും സംശയകരമാണ്. CBI അന്വേഷണം വേണമെന്ന ഭാര്യ മഞ്ജുഷയുടെ അപേക്ഷയ്ക്ക് വിരുദ്ധമായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും മതി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ, സീനിയർ അഭിഭാഷകൻ ശ്രീകുമാറിനെ മാറ്റി ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് രാമൻപിള്ളയെ വെച്ചെങ്കിലും അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും. സുപ്രീം കോടതിയെങ്കിലും ഈ കേസ് നീതിപൂർവം കേൾക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.